നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് FC ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മറ്റൊരു കരുത്തരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവർ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം, തിളങ്ങിയത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. 1 ഗോളും 2 അസിസ്റ്റുകളും മത്സരത്തിൽ കരസ്ഥമാക്കാൻ റോബർട്ട് ലെവൻഡോസ്കിക്ക് സാധിച്ചിരുന്നു. ശേഷിച്ച ഗോളുകൾ ഫെലിക്സ്, ഫെർമിൻ ലോപ്പസ് എന്നിവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടന്നിരുന്നത്. ഈ ഒരു വിജയം സ്വന്തമാക്കിയതിനു ശേഷം വളരെയധികം ആവേശഭരിതനായിക്കൊണ്ടാണ് ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി സംസാരിച്ചിട്ടുള്ളത്. അതായത്, ഞങ്ങൾ ബാഴ്സയാണെന്നും ഇവിടെ ആരും റിലാക്സ് ചെയ്യുന്നില്ല എന്നുമാണ് ചാവി മത്സരശേഷം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ESPN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് സമ്പൂർണമായ ഒരു മത്സരമായിരുന്നു. നാപ്പോളിക്കെതിരെ നടന്ന മത്സരവുമായി ഇതിന് സാമ്യമുണ്ട്. ഞങ്ങളുടെ ഫിലോസഫി കൃത്യമായി നടപ്പിലാക്കാൻ ഈ മത്സരത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങൾ ബാഴ്സയാണ്, ഇവിടെ ആരും തന്നെ റിലാക്സ് ചെയ്യുന്നില്ല. വളരെ പ്രധാനപ്പെട്ട 2 കിരീടങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് മുന്നിലുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ഞാൻ വളരെയധികം പാഷനേറ്റ് ആണ്. എൻ്റെ ടീമിന്റെ വിജയം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ പുറത്താക്കിയത് തീർത്തും അന്യായമായിരുന്നു, പക്ഷെ നമ്മൾ ഇത് അംഗീകരിച്ചേ മതിയാകൂ. ഇതാണ് ചാവി പറഞ്ഞിട്ടുള്ളത്. അതായത്, റഫറിയുമായി തർക്കിക്കുന്നതിന് എപ്പോഴും കാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു പരിശീലകനാണ് ചാവി. ഇന്നലെയും സ്ഥിതിഗതികൾ വ്യത്യാസമായിരുന്നില്ല. അതായത്, മത്സരത്തിന്റെ 42ാമത്തെ മിനിറ്റിൽ 2ാമത്തെ യെല്ലോ കാർഡ് വഴങ്ങിക്കൊണ്ട്, അഥവാ റെഡ് കാർഡ് വഴങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നിരുന്നു. അതാണ് തന്നെ പുറത്താക്കിയത് ശരിയായില്ല എന്ന് ചാവി പ്രതികരിക്കാൻ കാരണം. പക്ഷെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് ഈ പരിശീലകന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.